ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നാളത്തെ ഇക്വിറ്റി മാർക്കറ്റിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണ് ക്ലോസ് ആയതെന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് എക്സ്റ്റെൻഡഡ് ദ ഗെയിൻസ് ആണ് ആഫ്റ്റർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്പെഷ്യൽ അനൗൺസ്മെന്റ് നൽകിയിരുന്നത്. 50,000 crores ആണ് മ്യൂച്വൽ ഫണ്ട്സ് ടു കാം ദെയർ ഇൻവെസ്റ്ററി ആഫ്റ്റർ ഫ്രാങ്ക്ലിൻ ടെംപ്ലൻ. ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം മാർക്കറ്റിന് കുറച്ച് ഗെയിൻ സംഭവിച്ചിരിക്കുകയാണ്. സെൻസസ് 416 പോയിന്റ്സ് ഗെയിൻ ചെയ്തു, അതായത് 31,743 ക്ലോസ് ആയി. അതുപോലെ നിഫ്റ്റി 128 പോയിന്റ്സ് ഗെയിൻ ചെയ്തു, 9,282 ക്ലോസ് ആയിരിക്കുകയാണ്. ഇനി നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽ നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് 9,229.4, followed by 9,176. Key resistance level place ചെയ്തിരിക്കുന്നത് 9,356 and 9,430. ബാങ്ക് നിഫ്റ്റി 2.52% ഹയർ ആയിട്ട് ക്ലോസ് ആയത് 20,081 ക്ലോസ് ആയിരിക്കുകയാണ്. സപ്പോർട്ട് ലെവൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് 19,877, ഫോളോഡ് ബൈ 19,674. കീ റെസിസ്റ്റൻസ് ലെവൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് 20,254 ആൻഡ് 20,428 ആണ്. മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡീറ്റെയിൽസ് നോക്കാം. മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 9,500 സ്ട്രൈക്ക് പ്രൈസ്, followed by 9,000 and 9,800 strikes. Significant call writing seen at 9,500, followed by 9,600, then 9,700 strike price ആണ്. Minor unwinding seen at 9,200. ഇനി നമുക്ക് പുട്ട് ഓപ്ഷൻസ് ഡേറ്റ നോക്കാം. മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 9,000 സ്ട്രൈക്ക് പ്രൈസ് ആണ്, ഫോളോഡ് ബൈ 9,200. Then put writing seen at 9,200, followed by 9,300. Minor put unwinding seen at 9,800 ആണ്. ഹൈ ഡെലിവറി പെർസെൻറ്റേജ് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ നോക്കാം. ടാറ്റ കൺസ്യൂമേഴ്സ്, NTPC, പെട്രോനോട്ട്, then കോൺകർ, UBL, ഭാരതി എയർടെൽ, ഹിൻഡ് പെട്രോ, ടെക് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ലോങ് ബിൽഡപ്പിൽ ഫോക്കസ് ചെയ്യേണ്ടത് MFSL, നിഫ്റ്റി IT, സൺ TV, ടാറ്റ കെമിക്കൽസ്, ജിൻഡാ സ്റ്റീൽ, ഐഡിയ, ചെസ്എൽ, ബയോകോൺ, ടാറ്റ പവർ തുടങ്ങിയ സ്റ്റോക്കുകൾ. ദെൻ ലോങ് അൺബൈൻഡിങ്ങിൽ ഫോക്കസ് ചെയ്യേണ്ടത് നാഷണാലം, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഇൻഡിഗോ, ഇക്വിറ്റാസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ദെൻ HDFC ബാങ്ക്. ഇനി ഷോർട്ട് ബിൽഡപ്പിൽ ഫോക്കസ് ചെയ്യേണ്ടത് നോക്കാം. എസ്കോട്ട്സ്, ACC, NTPC, കാൻഡില ഹെൽത്ത് കെയർ, മഹീന്ദ്ര, കുമിൻസ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഷോർട്ട് കവറിംഗിൽ ഫോക്കസ് ചെയ്യേണ്ടത് L&T, ഉജ്ജീവാൻ, ബാങ്ക് നിഫ്റ്റി, യെസ് ബാങ്ക്, ഇൻഫ്രാടെൽ, അപ്പോളോ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ബൾക്ക് ഡീൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. ഇറോസ് ഇന്റൽ മീഡിയ ലിമിറ്റഡ്, ആൽകെമിസ് ലിമിറ്റഡ്, ഗ്ലോബൽ, വെക്ട്ര ഹെലികോപ്പ്, RBL ബാങ്ക്, റിലയൻസ് നേവൽ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബൈസെൽ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു. ഇനി നാളെ ബോർഡിംഗ് അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകൾ പ്രധാനമായിട്ട് ഏതൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ക്വാർട്ടർലി റിസൾട്ട് മെയിൻ ആയിട്ട് അനൗൺസ് ചെയ്യാനിരിക്കുന്നത് ആക്സിസ് ബാങ്ക് ആണ്. അപ്പൊ ആക്സിസ് ബാങ്ക് നമുക്ക് നാളെ നല്ലൊരു പെർഫോമൻസ് പ്രതീക്ഷിക്കാം. അതുപോലെ TVS കമ്പനി ബോർഡ് മീറ്റിംഗ് വെച്ചിരിക്കുകയാണ് ജനറൽ പർപ്പസിന്. ദെൻ ഇൻഡസ് ഇന്ത്യ ബാങ്കിന്റെ ക്വാർട്ടർലി പ്രോഫിറ്റ് 76.8% കുറഞ്ഞിരിക്കുകയാണ്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 5.1% ഇൻക്രീസ് ആയി. HDFC ലൈഫിന്റെ ക്വാർട്ടർലി പ്രോഫിറ്റ് 14.4% കുറഞ്ഞു. ദെൻ നെറ്റ് പ്രീമിയം ഇൻകം 2.2% ഇൻക്രീസ് ആയിരിക്കുകയാണ്. അദാനി പവർ ക്വാർട്ടർലി പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുകയാണ്, 1,312.86 crore ആണ്. റവന്യൂ 8.2% കുറഞ്ഞു. അംബുജ സിമന്റ്സ് ക്വാർട്ടർലി പ്രോഫിറ്റ് 742.59, പ്രോഫിറ്റ് 6.8% ആണ് ഗ്രോത്ത്. ലാസ്റ്റ് ഇയർ വെച്ച് നോക്കുമ്പോൾ അംബുജ സിമന്റ്സ് ഗെയിൻ ചെയ്തിരിക്കുന്നത്. Then UPL company completed the acquisition of YOLO Biotechnology. AK Miles Industries, Swasti Bhaumik resigned as a chief financial officer. Then Minda Industries company resumed partial production, resume ചെയ്തിരിക്കുകയാണ്. Then
DCW കമ്പനി പാർഷ്യലി റെസ്യൂം, എല്ലാം തിരിച്ച് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ company physically handed over the vessel MT Maharaja Agrasen to the buyer's representative in Sri Lanka. ഇനി FIDA ഡേറ്റ നോക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സോൾഡ് ഷെയർസ് rupees 916.42 crores. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ബോട്ട് ഷെയർസ് 1141.91 crores ആണ്. ഇനി നാളെ ഏതൊക്കെ സ്റ്റോക്കുകൾ ബാൻ എന്ന് വെച്ചാൽ ഒരു സ്റ്റോക്കുകളും തന്നെ ഇല്ല. അപ്പോൾ പ്രധാനമായിട്ട് ഇന്ന് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഗെയിൻ അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ മേജർ ലൂസേഴ്സ് ആയി എന്ന് നമുക്ക് നോക്കാം. പത്ത് സ്റ്റോക്കുകളാണ് ഇന്ന് മൂവേഴ്സ് അല്ലെങ്കിൽ ഗെയിനേഴ്സ് ലിസ്റ്റിലുള്ളത്. അതിൽ മൈൻട്രി വന്നിട്ട് അവരുടെ പ്രോഫിറ്റ് 12% ഇൻക്രീസ് ആയിരിക്കും ക്വാർട്ടർലി ഏർണിങ്സ്. മൈൻട്രി ആണ് ഫസ്റ്റ് വരുന്ന സ്റ്റോക്ക്. ദെൻ അംബുജ സിമന്റ്സ് ഉണ്ട്. മൈൻട്രിയുടെ ക്വാർട്ടർലി പ്രോഫിറ്റ് 12% ആണ് ഇൻക്രീസ് ആയത്. കമ്പനിയുടെ റവന്യൂ 4.3% ഇൻക്രീസ് ആയി. ഡിവിഡൻഡ് 100% ആണ്. 10 ആണ് റുപ്പീസ് ഫേസ് വാല്യൂ നൽകുന്നത്. സെക്കൻഡ് വരുന്ന പിഫിസർ, ഷെയർ പ്രൈസ് 10% ആണ്. ആഫ്റ്റർ ദ കമ്പനി ബോർഡ് ഓഫ് കമ്പനി ഡിക്ലെയർഡ് സ്പെഷ്യൽ ഡിവിഡൻഡ് 320 rupees ആണ് വരുന്നത്. ഇൻഡസ് ഇന്ത്യ ബാങ്ക് ആണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. ഷെയർ പ്രൈസ് 5% ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ICICI Prudential ഷെയർ പ്രൈസ് 12% ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ആഫ്റ്റർ ദ ക്രെഡിറ്റ് CSE cut the target 440 from 425. ലിങ്കൺ ഫാർമസ്യൂട്ടിക്കൽ ഷെയർ പ്രൈസ് 12% ആയിരിക്കുകയാണ്. ദെൻ മഹീന്ദ്ര CIA ഷെയർ പ്രൈസ് 5% ഗെയിൻ ചെയ്തു. അതുപോലെ MEP ഈ സ്റ്റോക്കുകളൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും ഗെയിൻ അല്ലെങ്കിൽ ലോസ് സംഭവിച്ചിരിക്കുന്നത്. ക്ലാരി കെമിക്കൽ ഷെയർ പ്രൈസ് 4% ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ആഫ്റ്റർ ദ കമ്പനി റീഅസ്യൂംഡ് ദ മാനുഫാക്ചറിംഗ് ഇൻ മഹാരാഷ്ട്ര. MEP ഇൻഫ്ര 5% ഗെയിൻ ചെയ്തു. മഹീന്ദ്ര ഷെയർ പ്രൈസ് 5% ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ റിലയൻസ് ക്യാപിറ്റൽ ഷെയർ പ്രൈസ് 5% ഗെയിൻ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂസുകൾ. നാളെ ഇക്വിറ്റി മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻറ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഐഡിയ ലഭിക്കും. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.